ഓം ശാന്തി. 12/5/2026 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, ഇപ്പോൾ വിനാശത്തിന്റെ സമയം വളരെ സമീപത്താണ്. അതിനാൽ ഒരേ ഒരു ബാബയോട് സത്യമായ പ്രീതി വയ്ക്കൂ, ഒരു ദേഹധാരിയോടും അരുത്. ചോദ്യം: ഒരേ ഒരു ബാബയോട് സത്യമായ പ്രീതിയുള്ള കുട്ടികളുടെ അടയാളം എന്തായിരിക്കും? ഉത്തരം: 1. അവരുടെ ബുദ്ധിയോഗം ഒരു ദേഹധാരിയിലേക്കും പോകുകയില്ല. അവർ പരസ്പരം പ്രിയതമനും പ്രിയതമയുമായി മാറില്ല. 2. സത്യമായ പ്രീതിയുള്ളവർ സദാ വിജയിയായി മാറും. വിജയിയായി മാറുക എന്നാൽ സത്യയുഗത്തിലെ മഹാരാജാവും മഹാറാണിയുമായി മാറുക എന്നാണ്. 3. പ്രീതബുദ്ധിയുള്ളവർ സദാ ബാബയോടൊപ്പം സത്യസന്ധരായിരിക്കുന്നു. അവർക്ക് ഒന്നും ഒളിപ്പിക്കാൻ സാധിക്കില്ല. 4. ദിവസവും അമൃതവേളയിൽ എഴുന്നേറ്റ് സ്നേഹത്തോടുകൂടി ബാബയെ ഓർമ്മിക്കും. 5. ദത്തീച്ചി ഋഷിക്ക് സമാനം സേവനത്തിൽ അസ്ഥികൾ അർപ്പിക്കും. 6. അവരുടെ ബുദ്ധി ലോകകാര്യങ്ങളിൽ അലയില്ല. ഗീതം: അങ്ങ് ഞങ്ങളിൽ നിന്ന് വേർപിരിയില്ല. ഓം ശാന്തി. ഈ ബ്രഹ്മമുഖ വംശാവലികളും ബ്രാഹ്മണ കുലഭൂഷണരുമായവർ പ്രതിജ്ഞ ചെയ്യുന്നു. കാരണം അവരുടെ പ്രീതി ഒരു ബാബയുമായി യോജിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇത് വിനാശത്തിന്റെ സമയമാണ്. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, വിനാശം ഉണ്ടാവുക തന്നെ വേണം. വിനാശ സമയത്ത് ബാബയോട് പ്രീതബുദ്ധിയുള്ളവർ മാത്രമേ വിജയിയായി മാറൂ. അർത്ഥം: സത്യയുഗത്തിലെ അധികാരിയായി മാറൂ. ശിവബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, സത്യയുഗത്തിൽ രാജാവും പ്രജയും വിശ്വത്തിന്റെ അധികാരിയാണ്. എന്നാൽ പദവിയിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എത്രത്തോളം ബാബയോട് പ്രീതി വയ്ക്കുന്നുവോ, ഓർമ്മയിലിരിക്കുന്നുവോ, അത്രത്തോളം ഉയർന്ന പദവിയും ലഭിക്കും. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, ബാബയുടെ ഓർമ്മയിലൂടെ മാത്രമേ നിങ്ങളുടെ വികർമ്മങ്ങളുടെ ഭാരം ഭസ്മമാകൂ. നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും, വിനാശകാലെ വിപരീത ബുദ്ധി. ഇതെഴുതാനായി പേടിക്കേണ്ട കാര്യമില്ല. ബാബ സ്വയം പറയുന്നു, വിപരീത ബുദ്ധിയുള്ളവരുടെ വിനാശമുണ്ടാകുകയും പ്രീതബുദ്ധിയുള്ളവരുടെ വിജയമുണ്ടാവുകയും ചെയ്യും. ബാബ വളരെ വ്യക്തമായി പറയുകയാണ്, ഈ ലോകത്തിൽ ആർക്കും തന്നെ ഭഗവാനോട് പ്രീതിയില്ല. നിങ്ങൾക്കാണ് പ്രീതിയുള്ളത്. ബാബ പറയുന്നു, കുട്ടികളെ, പരമാത്മാവിൻ്റെയും ശ്രീകൃഷ്ണന്റെയും മഹിമ വേറെ വേറെ എഴുതൂ. അപ്പോൾ ഗീതയുടെ ഭഗവാൻ ആരാണെന്ന് തെളിയിക്കപ്പെടും. ഇത് അത്യാവശ്യമാണല്ലോ. മറ്റൊന്ന് ബാബ മനസ്സിലാക്കി തരുന്നത്, ജ്ഞാനസാഗരനും പതിതപാവനനും പരമാത്മാവാണോ അതോ ജലത്തിന്റെ നദികളാണോ? ജ്ഞാനത്തിന്റെ ഗംഗയാണോ ജലത്തിന്റെ ഗംഗയാണോ? ഇത് വളരെ സഹജമാണ്. മറ്റൊരു കാര്യം, പ്രദർശിനികൾ വയ്ക്കുമ്പോൾ ആദ്യം ഗീതാ പാഠശാലക്കാരെ ക്ഷണിക്കണം. അവരാണെങ്കിൽ ഒരുപാടുണ്ട്. അവരെ പ്രത്യേകം ക്ഷണിക്കണം. ശ്രീമദ് ഭഗവത്ഗീത അഭ്യസിക്കുന്നവരെ ആദ്യം ക്ഷണിക്കണം. അവരെ വിളിച്ച് പറഞ്ഞു കൊടുക്കണം, ഇനി വന്ന് തീരുമാനിക്കൂ, പിന്നീട് മനസ്സിലാക്കിയതിനനുസരിച്ച് ചെയ്യൂ. അപ്പോൾ മനുഷ്യരും മനസ്സിലാക്കും, ഇവർ ഗീത പഠിക്കുന്നവരെയാണ് വിളിക്കുന്നതെന്ന്. ചിലപ്പോൾ ഇവരുടെ പ്രചരണങ്ങൾ ഗീതയെക്കുറിച്ചായിരിക്കും. ഗീതയിലൂടെ തന്നെയാണ് സ്വർഗത്തിന്റെ സ്ഥാപന ഉണ്ടാകുന്നത്. ഗീതയ്ക്ക് ഒരുപാട് മഹിമയുണ്ട്. എന്നാൽ ഭക്തിമാർഗത്തിലെ ഗീതയല്ല. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സത്യം മാത്രമാണ് കേൾപ്പിക്കുന്നത്. മനുഷ്യർ മനസ്സിലാക്കുന്ന അർത്ഥം വളരെ തെറ്റാണ്. ആർക്കും സത്യം അറിയില്ല. ബാബ തന്നെയാണ് വന്ന് സത്യം പറയുന്നത്. പരമാത്മാവിനെ സർവവ്യാപിയെന്ന് പറയുന്നതും സത്യമല്ല. ഇതിൻ്റെയെല്ലാം വിനാശമുണ്ടാകും. ഓരോ കൽപ്പത്തിലും ഉണ്ടാകുന്നുമുണ്ട്.
നിങ്ങൾക്ക് ആദ്യമാദ്യം മുഖ്യമായി ഈ കാര്യം മനസ്സിലാക്കി കൊടുക്കണം. ബാബ പറയുന്നു, യൂറോപ്പ് വാസികളായ യാദവരുടേത് വിനാശകാലെ വിപരീത ബുദ്ധിയാണ്. വിനാശത്തിനു വേണ്ടി നല്ല രീതിയിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കല്ല് ബുദ്ധികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. നിങ്ങളും കല്ല് ബുദ്ധികളായിരുന്നു, ഇപ്പോൾ പവിഴ ബുദ്ധികളായി മാറണം. ആദ്യം പവിഴ ബുദ്ധികളായിരുന്നു, പിന്നീട് എങ്ങനെയാണ് കല്ല് ബുദ്ധികളായി മാറിയത്? ഇതും അത്ഭുതമാണ്. ബാബയെ പറയുന്നത് തന്നെ ജ്ഞാനസാഗരനെന്നും ആനന്ദസാഗരനെന്നും ആണ്. ബാക്കി ആർക്കാണോ അവനവന്റെ തന്നെ മംഗളം ചെയ്യാൻ സാധിക്കാത്തത്, അവർക്കെങ്ങനെ മറ്റുള്ളവരുടെ മംഗളം ചെയ്യാൻ സാധിക്കും? ജ്ഞാനം ധാരണ ചെയ്യാത്തവർ പദവിയും അങ്ങനെയുള്ളതേ പ്രാപ്തമാക്കൂ. സേവാധാരികൾ തന്നെയാണ് ഉയർന്ന പദവി പ്രാപ്തമാക്കുന്നത്. അവരെ തന്നെയാണ് ബാബ സ്നേഹിക്കുന്നതും. പുരുഷാർത്ഥവും നമ്പർ വൈസ് ആയിരിക്കും. എനിക്ക് ബാബയോട് പ്രീതിയില്ല എന്ന് പോലും പലരും മനസ്സിലാക്കുന്നില്ല. പദവിയും ലഭിക്കില്ല. ഒന്നാനമ്മയുടെ കുട്ടിയാണെങ്കിലും രണ്ടാനമ്മയുടെ കുട്ടിയാണെങ്കിലും വിനാശകാലെ പ്രീതബുദ്ധിയല്ല എങ്കിൽ, ബാബയെ ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ കുറഞ്ഞ പദവി പ്രാപ്തമാക്കും. ദൈവിക ഗുണങ്ങളും വേണം. ഒരിക്കലും അസത്യം പറയരുത്. ബാബ പറയുന്നു, ഞാൻ സത്യമാണ് പറയുന്നത്. എന്നോടൊപ്പം പ്രീതി വയ്ക്കാത്തവർക്ക് പദവിയും ലഭിക്കില്ല. പൂർണ്ണ പരിശ്രമം ചെയ്ത് 21 ജന്മത്തേക്കുള്ള സമ്പത്ത് എടുക്കണം. അതിനാൽ പ്രദർശനിയിലും മേളയിലുമെല്ലാം ആദ്യമാദ്യം ഗീതാ പാഠശാലക്കാരെ ക്ഷണിക്കണം. കാരണം അവർ ഭക്തരല്ലേ. ഗീത പഠിക്കുന്നവർ തീർച്ചയായും കൃഷ്ണനെ ആയിരിക്കും ഓർമ്മിക്കുക. എന്നാൽ ഒന്നും മനസ്സിലാക്കുന്നില്ല. കൃഷ്ണൻ മുരളി കേൾപ്പിച്ചു എങ്കിൽ പിന്നെ രാധ എവിടെ പോയി? സരസ്വതിക്ക് വീണ നൽകി, കൃഷ്ണന് മുരളിയും നൽകി. മനുഷ്യർ പറയുന്നു, നമ്മെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. എന്നാൽ അല്ലാഹുവിനെ കുറിച്ച് അറിയില്ല. ഭാരതത്തിന്റെ മാത്രം കാര്യമാണ്. ഭാരതത്തിൽ തന്നെയാണ് ദേവതകളുടെ രാജ്യം ഉണ്ടായിരുന്നത്. അവരുടെ ചിത്രങ്ങളെ ക്ഷേത്രത്തിൽ പൂജിക്കാറുണ്ട്. ബാക്കി രാജാക്കന്മാരുടെ പ്രതിമകളെയെല്ലാം പുറത്തു വയ്ക്കുന്നു. അതിന്മേൽ പക്ഷികളെല്ലാം ചെന്നിരുന്ന് അഴുക്കാക്കിക്കൊണ്ടിരിക്കുന്നു. ലക്ഷ്മി നാരായണനെയും രാധാകൃഷ്ണനെയുമെല്ലാം എത്ര ഒന്നാന്തരം സ്ഥലത്താണ് ഇരുത്തിയിരിക്കുന്നത്. അവരെ മഹാരാജ മഹാറാണിയുമെന്നാണ് പറയുന്നത്. കിങ് എന്നുള്ളത് ഇംഗ്ലീഷിലെ വാക്കാണ്. എത്ര ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയാണ് ക്ഷേത്രം ഉണ്ടാക്കുന്നത്. കാരണം മഹാരാജാക്കന്മാർ പവിത്രമായിരുന്നു. യഥാ രാജ റാണി തഥാ പ്രജ എല്ലാവരും പൂജ്യരായിരുന്നു. നിങ്ങൾ തന്നെയാണ് പൂജ്യരും പിന്നീട് പൂജാരിയുമായി മാറുന്നത്. അതിനാൽ ആദ്യത്തെ കാര്യം ബാബയെ ഓർമ്മിക്കൂ. ബാബയെ ഓർമ്മിക്കാൻ അഭ്യസിക്കുന്നതിലൂടെ ധാരണയുണ്ടാകും. ഒന്നിനോട് മാത്രം പ്രീതിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മറ്റെല്ലാവരോടും പ്രീതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചില കുട്ടികൾ പരസ്പരം ഇത്രയും അധികം സ്നേഹിക്കുന്നു, എന്നാൽ ശിവബാബയെ അത്രയും സ്നേഹിക്കുന്നില്ല. ശിവബാബ പറയുന്നു, നിങ്ങൾക്ക് ബുദ്ധിയോഗം എന്നോടൊപ്പം വെക്കണമോ അതോ പരസ്പരം പ്രിയതമനും പ്രിയതമയുമായി മാറണമോ? പിന്നീട് ബാബയെ തീർത്തും മറന്നുപോകുന്നു. നിങ്ങൾക്ക് എന്നോടൊപ്പം ബുദ്ധിയോഗം യോജിപ്പിക്കണം. ഇതിൽ പരിശ്രമമുണ്ട്. ബുദ്ധി അവരിൽ നിന്നും മുറിയുന്നേയില്ല. ശിവബാബയ്ക്ക് പകരം രാത്രിയും പകലും പരസ്പരം ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ പേര് കേൾപ്പിച്ചാൽ കുലദ്രോഹിയായി, അതായത് ട്രൈറ്ററായി മാറും. പിന്നീട് ആക്ഷേപിക്കാനും ഒട്ടും വൈകിക്കില്ല. ബ്രഹ്മബാബയെ ആക്ഷേപിച്ചാൽ ശിവബാബ ഉടൻ തന്നെ കേൾക്കും. ബ്രഹ്മബാബയിൽ നിന്ന് പഠിച്ചില്ലെങ്കിൽ പിന്നെ ശിവബാബയിൽ നിന്ന് എങ്ങനെ പഠിക്കാനാണ്? ബ്രഹ്മാവില്ലാതെ ശിവബാബയ്ക്കും കേൾക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്, സാകാരത്തോട് പോയി ചോദിക്കൂ. ചില നല്ല നല്ല കുട്ടികൾ സാകാരത്തെ അംഗീകരിക്കുന്നേയില്ല.
ബ്രഹ്മബാബയും പുരുഷാർത്ഥിയല്ലേ എന്ന് മനസ്സിലാക്കുന്നു. എല്ലാവരും പുരുഷാർത്ഥികൾ തന്നെയാണ്. എന്നാൽ നിങ്ങൾക്ക് അനുകരിക്കേണ്ടത് മാതാപിതാവിനെ ആണല്ലോ. ചിലർക്ക് ഈ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതിലൂടെ അവർ മനസ്സിലാക്കുന്നു. ചിലരുടെ ഭാഗ്യത്തിലില്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നുമില്ല, സേവാധാരിയായി മാറുന്നില്ല. എന്നാൽ ബുദ്ധി ഒരു ബാബയോട് മാത്രം വെക്കണം. എന്നിൽ ശിവബാബ വരുന്നുണ്ടെന്ന് പറയുന്നവർ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേരുണ്ട്. ഇതിൽ വളരെയധികം ശ്രദ്ധ വേണം. മായയുടെ പ്രവേശതയാണ് ഉണ്ടാകുന്നത്. ആരിലാണോ ആദ്യം ശ്രീനാരായണൻ പ്രവേശിച്ചിരുന്നത് അവർ പോലും ഇന്നില്ല. പ്രവേശിക്കുന്നതിലൂടെ മാത്രം ഒന്നും സംഭവിക്കില്ല. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. എന്നിൽ അത് വരുന്നു ഇത് വരുന്നു എന്ന് പറയുന്നതെല്ലാം മായയാണ്. ഓർമ്മ തന്നെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് പ്രാപ്തി ഉണ്ടാകാനാണ്? ഏതുവരെ ബാബയുമായി ശരിയായ രീതിയിൽ യോഗം വെക്കുന്നില്ലയോ അതുവരേക്കും എങ്ങനെയാണ് പദവി പ്രാപ്തമാക്കുക? എങ്ങനെ ധാരണയുണ്ടാകും? ബാബ പറയുന്നു, നിങ്ങൾ എന്നെ മാത്രം ഓർമ്മിക്കൂ. ബാബ തന്നെയാണ് ബ്രഹ്മാവിലൂടെ മനസ്സിലാക്കി തരുന്നത്. ബ്രഹ്മാവിലൂടെ തന്നെയാണ് സ്ഥാപന നിർവഹിച്ചത്. തീർച്ചയായും ത്രിമൂർത്തിയുടെ ചിത്രവും വേണം. ചിലർ ഇതിൽ ബ്രഹ്മാവിന്റെ ചിത്രത്തെ കാണുമ്പോൾ ദേഷ്യപ്പെടാറുണ്ട്. മറ്റു ചിലർ കൃഷ്ണന്റെ 84 ജന്മങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ ദേഷ്യപ്പെടാറുണ്ട്. ചിത്രം കീറിക്കളയുന്നു. എന്നാൽ ഈ ചിത്രം ബാബയാണ് ഉണ്ടാക്കിയത്. അതിനാൽ ബാബ കുട്ടികളോട് പറയുന്നു, മറക്കരുത്, ബാബയെ മാത്രം ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. ബന്ധനസ്ഥർക്ക് പോലും കരഞ്ഞ് നിലവിളിക്കേണ്ട കാര്യമില്ല. വീട്ടിലിരുന്നു കൊണ്ട് ബാബയെ മാത്രം ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. ബന്ധനസ്ഥർക്ക് ഒന്നുകൂടി ഉയർന്ന പദവി ലഭിക്കാൻ സാധിക്കും. നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനം നൽകുന്നത് ഒരേ ഒരു ജ്ഞാനസാഗരനായ ശിവബാബയാണ്. ആത്മീയ ജ്ഞാനം ഒരു ബാബയിലല്ലാതെ മറ്റാരിലുമില്ല. ജ്ഞാനത്തിന്റെ സാഗരൻ ഒരു പരമപിത പരമാത്മാവ് തന്നെയാണ്. ബാബയെ തന്നെയാണ് മുക്തിദാതാവെന്ന് പറയുന്നത്. ഇതിൽ പേടിക്കേണ്ട കാര്യം എന്താണ്? ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു. കുട്ടികൾക്ക് പിന്നീട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എന്നാൽ സദ്ഗതി പ്രാപിക്കും. സത്യയുഗത്തിൽ രാമരാജ്യമാണ്, കലിയുഗത്തിൽ അല്ല. സത്യയുഗത്തിൽ ഒരു രാജ്യം മാത്രമാണ്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളിലും സംഖ്യാക്രമമനുസരിച്ചാണ് ഉള്ളത്. ചിലരുടെ ബുദ്ധിയിൽ ധാരണ ഉണ്ടാകുന്നു. ബുദ്ധിയിൽ ധാരണ ഉണ്ടാകാത്തവരെ വിനാശകാലെ വിപരീത ബുദ്ധിയുള്ളവരാണെന്നാണ് പറയുന്നത്. അവർക്ക് പദവി പ്രാപ്തമാക്കാൻ സാധിക്കില്ല. എല്ലാവരുടെയും വിനാശമുണ്ടാകണം. ഈ വാക്ക് കുറഞ്ഞതൊന്നുമല്ലല്ലോ. ശിവബാബ പറയുന്നു, വിനാശകാലെ പ്രീതബുദ്ധിയുള്ളവരായി മാറൂ. ഇത് നിങ്ങളുടെ അവസാന ജന്മമാണ്. ഈ ജന്മത്തിൽ നിങ്ങൾ പ്രീതബുദ്ധിയല്ല എങ്കിൽ പദവിയും ലഭിക്കില്ല. സത്യമായ ഹൃദയത്തിലാണ് യജമാനനാകുന്ന ബാബ വസിക്കുന്നത്. ദദീജി ഋഷിക്ക് സമാനം സേവനത്തിൽ അസ്ഥികൾ നൽകണം. ആരിലെങ്കിലും ഗ്രഹപ്പിഴ ബാധിക്കുകയാണെങ്കിൽ അവരുടെ ലഹരി തന്നെ ഇല്ലാതാകുന്നു. പിന്നീട് അനേക പ്രകാരത്തിലുള്ള കൊടുങ്കാറ്റുകളെല്ലാം വന്നുകൊണ്ടിരിക്കും. അവർ വായിലൂടെ പറയുന്നു, ഇതിലും നല്ലത് ലൗകികരുടെ അടുത്തേക്ക് പോകുന്നതാണ് എന്ന്. ഇവിടെ ഒരു ആനന്ദവുമില്ല എന്ന്. ലൗകികത്തിലാണെങ്കിൽ നാടകവും സിനിമയും എല്ലാം ഒരുപാടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം പോയി ശീലമുള്ളവർക്ക് ഇവിടെ നിലനിൽക്കാൻ സാധിക്കില്ല. വളരെ ബുദ്ധിമുട്ടാണ്. ശരിയാണ്. എന്നാൽ പുരുഷാർത്ഥത്തിലൂടെ ഉയർന്ന പദവിയും പ്രാപ്തമാക്കാൻ സാധിക്കും. സന്തോഷത്തിൽ കഴിയണം. ബ്രഹ്മബാബ സ്വയം പറയുന്നു, അതിരാവിലെ എഴുന്നേറ്റിരിക്കുന്നില്ല എങ്കിൽ ആനന്ദമുണ്ടാകില്ല. കിടന്ന് ഓർമ്മിക്കുന്നതിലൂടെ ചിലപ്പോൾ ഉറക്കം തൂങ്ങാൻ സാധ്യതയുണ്ട്.
ഉണർന്നിരിക്കുന്നതിലൂടെ നല്ല നല്ല പോയിന്റുകളെല്ലാം ലഭിക്കുന്നു. വളരെ ആനന്ദമുണ്ടാകുന്നു. ഇപ്പോൾ ഇനി കുറച്ചു ദിവസങ്ങൾ മാത്രമേയുള്ളൂ. നമ്മൾ ബാബയിൽ നിന്ന് വിശ്വത്തിന്റെ ചക്രവർത്തി പദവി നേടുന്നു. ഇത് ഓർമ്മിക്കുകയാണെങ്കിലും സന്തോഷത്തിന്റെ ലഹരി വർദ്ധിക്കും. അതിരാവിലെ മനന ചിന്തനം നടക്കുന്നുണ്ടെങ്കിൽ മുഴുവൻ ദിവസത്തിലും സന്തോഷമുണ്ടായിരിക്കും. അഥവാ സന്തോഷമില്ല എന്നുണ്ടെങ്കിൽ ബാബയോട് തീർച്ചയായും പ്രീതബുദ്ധിയില്ല. അമൃതവേളയിൽ വളരെ നല്ല ഏകാന്തതയായിരിക്കും. എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രത്തോളം സന്തോഷത്തിന്റെ ലഹരി വർദ്ധിക്കും. ബാബയെ മറക്കുന്നത് കാരണം പഠിപ്പിൽ ഗ്രഹപ്പിഴയുണ്ടാകുന്നു. ബാബയിൽ നിന്ന് സമ്പത്തെടുക്കണമെങ്കിൽ മനസ്സാ വാചാ കർമ്മണ സേവനം ചെയ്യണം. അന്തിമ ജന്മം ഈ സേവനത്തിൽ തന്നെ ചിലവഴിക്കണം. അഥവാ മറ്റ് ലോക കാര്യങ്ങളിൽ മുഴുകുകയാണെങ്കിൽ പിന്നീട് ഈ സേവനം എപ്പോഴാണ് ചെയ്യുക? നാളെ നാളെ എന്നു പറഞ്ഞ് മരിച്ചുപോകും. ബാബ വന്നിരിക്കുന്നത് തന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ്. ഇവിടെ യുദ്ധത്തിൽ എത്ര പേരാണ് മരണമടയുന്നത്? എത്ര പേർക്ക് ദുഃഖമുണ്ടാകുന്നുണ്ടായിരിക്കും? സത്യുഗത്തിൽ യുദ്ധമൊന്നും ഉണ്ടായിരിക്കില്ല. ഇതെല്ലാം അവസാന സമയത്താണ് ഉണ്ടാകുന്നത്. സർവ്വതും നശിക്കണം. നിർധനർ, അതായത് ബാബയെ അറിയാത്തവർ ഈ രീതിയിൽ മരിച്ചു പോകുന്നു. ബാബയുടേതായി മാറുന്നവർ മാത്രം രാജ്യഭാഗ്യം പ്രാപ്തമാക്കും. പ്രദർശിനിയിലും മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ സ്വന്തം സമ്പാദ്യത്തിലൂടെ തന്റെ തന്നെ ശരീരം, മനസ്സ്, ധനം ഇവയിലൂടെ തനിക്ക് വേണ്ടി രാജധാനി സ്ഥാപിക്കുകയാണ്. നമുക്ക് ഭിക്ഷ യാചിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് സഹോദരീ സഹോദരന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന് രാജധാനി സ്ഥാപിക്കുന്നു. അവരോട് പറയൂ, നിങ്ങൾ കോടികൾ ശേഖരിച്ച് തന്റെ തന്നെ വിനാശം നടത്തുന്നു. ഞങ്ങൾ ഓരോ അണയും ശേഖരിച്ചു വെച്ച് വിശ്വത്തിന്റെ അധികാരിയായി മാറുന്നു. എത്ര അത്ഭുതകരമായ കാര്യമാണ്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. അമൃതവേളയിൽ ഏകാന്തമായിരുന്ന് ബാബയെ വളരെ സ്നേഹത്തോടുകൂടി ഓർമ്മിക്കണം. ലോകത്തിലെ കാര്യങ്ങൾ ഉപേക്ഷിച്ച് ഈശ്വരീയ സേവനത്തിൽ മുഴുകണം. 2. ബാബയോട് സത്യമായ ഹൃദയം വയ്ക്കണം. പരസ്പരം ആരുമായും പ്രിയതമനും പ്രിയതമയും ആകരുത്. ഒരു ബാബയോട് മാത്രം പ്രീതി യോജിപ്പിക്കണം, ദേഹധാരികളുമായി അല്ല. വരദാനം: സർവശക്തികളുടെയും സമ്പത്തിനാൽ സമ്പന്നരായി ദാതാവാകുന്ന വിധാത വരദാതാവായി ഭവിക്കട്ടെ. ഏത് കുട്ടികളാണോ സർവശക്തികളിലും സമ്പന്നർ, അവരാണ് സമ്പന്ന സമ്പൂർണ്ണ സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നത്. അവരിൽ ഒരു ഭക്തിയുടെയോ യാചനയുടെയോ സംസ്കാരം പ്രത്യക്ഷമാകുന്നില്ല. ബാബയുടെ സഹായം വേണം, ആശീർവാദം വേണം, സഹയോഗം വേണം, ശക്തി വേണം. ഈ വേണം എന്ന വാക്ക് ദാത്ത, വിധാത്ത, വരദാത്ത കുട്ടികൾക്ക് മുന്നിൽ ശോഭിക്കില്ല. അവർ വിശ്വത്തിലെ ഓരോ ആത്മാവിനും എന്തെങ്കിലും ദാനമോ വരദാനമോ നൽകുന്നവരായിരിക്കും. സ്ലോഗൻ: ഓരോ ആത്മാവിനും എന്തെങ്കിലും പ്രാപ്തി ചെയ്യിക്കുന്ന വചനമാണ് സത്വചനം. അവ്യക്ത സൂചന: സദാ അചഞ്ചല സുദൃഢ ഏകരസ സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. എത്ര തന്നെ ആര് ഇളക്കട്ടെ, എന്നാൽ താങ്കൾ അചഞ്ചലരായി ഇരിക്കൂ. പരിതസ്ഥിതി ശ്രേഷ്ഠമാണോ അതോ സ്വസ്ഥിതി ശ്രേഷ്ഠമാണോ? ഇടയ്ക്ക് പരിതസ്ഥിതി യുദ്ധം ചെയ്യുന്നില്ലല്ലോ. ആലോചിക്കൂ, ഈ പരിതസ്ഥിതിയാണോ ശക്തിശാലി, സ്വസ്ഥിതിയാണോ ശക്തിശാലി? അപ്പോൾ ഈ സ്മൃതിയിലൂടെ ദുർബലരിൽ നിന്ന് ശക്തിശാലിയായി മാറാം.
താങ്കൾ തപസ്വി ഏകരസസ്ഥിതിയിൽ ഏകാഗ്രമാകുമ്പോൾ ഹഠയോഗി ഒരു വിരലിൽ ഊന്നി നിൽക്കുന്നു. അപ്പോൾ എവിടെ ഏകരസസ്ഥിതി, എവിടെ ഒരു വിരലിലെ സ്ഥിതി? വ്യത്യാസമില്ലേ? ഓം ശാന്തി.